ന്യൂക്ലിയസ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ റൂദർഫോർഡ്. ബോഡോ മിശ്രിതം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ആൻസർ തുരിശ്. പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ രാസനാമം എന്താണ്? ആൻസർ കാൽസ്യം സൾഫേറ്റ്. പ്രോട്ടീനിന്റെ നിർമ്മാണവേളയിൽ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ആൻസർ പൊട്ടാസ്യം. ഹൈഡ്രജന്റെ ന്യൂട്രോൺ ഇല്ലാത്ത ഐസോടോപ്പ് ഏതാണ്? ആൻസർ പ്രോട്ടിയം. ലോകത്ത് ഏറ്റവും കൂടുതൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ആൻസർ കസാക്കിസ്ഥാൻ. കാർബണിക രസതന്ത്രത്തിന്റെ പിതാവ് ആരാണ്? ആൻസർ ഫ്രെഡറിക് വോളർ. സസ്യങ്ങൾ പുഷ്പിക്കുന്നതിന് സഹായിക്കുന്ന മൂലകം ഏതാണ്? ആൻസർ ഫോസ്ഫറസ്. -273 ഡിഗ്രി സെൽഷ്യസിന് തുല്യമായ കെൽവിൻ സ്കെയിലുള്ള ഊഷ്മാവ് എത്രയാണ്? ആൻസർ 0 കെൽവിൻ. പല്ലിന്റെ ഇനാമലിന് നാശം വരുത്തുന്ന ആസിഡ് ഏതാണ്? ആൻസർ ലാക്റ്റിക് ആസിഡ്. വൃക്കകളുടെ പ്രവർത്തനം മൂലം രക്തത്തിൽ നിന്ന് അരിച്ചു മാറ്റുന്ന മാലിന്യം ഏതാണ്? ആൻസർ യൂറിയ. ഇരപിടിയൻ സസ്യങ്ങൾ ഏത് മൂലകത്തിന്റെ അഭാവം മൂലമാണ് പ്രാണികളെ ആഹാരമാക്കുന്നത്? ആൻസർ നൈട്രജൻ. നെഫ്രോണുകൾ ശരീരത്തിലെ ഏത് അവയവത്തിൽ കാണപ്പെടുന്നു? ആൻസർ വൃക്ക. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആന്തരപദാർത്ഥത്തിൽ ഉൾപ്പെടുന്നത് ഏതാണ്? പേൻ, മൂട്ട, വിര, കൊതുക്. ആൻസർ വിര. തന്നിരിക്കുന്നവയിൽ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്, കാർബോണിക് ആസിഡ്, പിത്തരസം. ആൻസർ ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആസിഡുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആസിഡ് ഏതാണ്? ആൻസർ സൾഫ്യൂരിക് ആസിഡ്. തീ ഏതവസ്ഥയ്ക്ക് ഉദാഹരണമാണ്? ആൻസർ പ്ലാസ്മ. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ MS സ്വാമിനാഥൻ. NPK മിശ്രിതത്തിൽ K എന്തിനെ സൂചിപ്പിക്കുന്നു? ആൻസർ പൊട്ടാസ്യം. ഹൈഡ്രജന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ ലാവോസിയർ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ കാസർഗോഡ്. പവിത്ര ഏത് സസ്യത്തിന്റെ സങ്കര ഇനമാണ്? ആൻസർ നെല്ല്. IISR അഥവാ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ കോഴിക്കോട്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ തിരുവനന്തപുരം. സമുദ്രജലത്തിൽ നിന്ന് ശുദ്ധജലം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര്? ആൻസർ ഡിസ്റ്റിലേഷൻ. നീന്തൽക്കുളങ്ങൾ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ആൻസർ ക്ലോറിൻ. ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? ആൻസർ വാസോപ്രസിൻ. സോഡ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ആൻസർ കാർബോണിക് ആസിഡ്. കേരള സർക്കാരിന്റെ ഗ്രാമീണ ജലവിതരണ ശുചീകരണ പദ്ധതിയുടെ പേര് എന്താണ്? ആൻസർ ജലനിധി. ജലത്തെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഹൈഡ്രോളജി. ജലതന്മാത്രയിൽ പിണ്ഡാടിസ്ഥാനത്തിൽ ഹൈഡ്രജൻ എത്ര ശതമാനം ഉണ്ട്? ആൻസർ 11%. സമുദ്രജലത്തിന്റെ pH മൂല്യം എത്രയാണ്? ആൻസർ 8. എവറസ്റ്റിന് മുകളിൽ ജലത്തിന്റെ തിളനില എത്രയാണ്? ആൻസർ 68 ഡിഗ്രി സെൽഷ്യസ്. ജലം വാതകമാകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് എന്താണ്? ആൻസർ നീരാവി. ശുദ്ധജലത്തിലെ ഓക്സിജന്റെ അളവ് എത്ര ശതമാനമാണ്? ആൻസർ 89%. ജലത്തെ വൈദ്യുത വിശ്ലേഷണം നടത്തിയാൽ ലഭിക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ ഓക്സിജനും ഹൈഡ്രജനും. സമുദ്രങ്ങളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓഷ്യനോഗ്രഫി.
സാർവികലായകം, പ്രമാണലായകം, ആദമിൻ്റെ മദ്യം, നീലസ്വർണം എന്നിങ്ങനെ അറിയപ്പെടുന്നത് എന്താണ്? ആൻസർ ജലം. വാതകമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? ആൻസർ മാനോമീറ്റർ. പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ എളുപ്പത്തിൽ വേവാൻ കാരണം എന്താണ്? ആൻസർ മർദ്ദം കൂടുമ്പോൾ തിളനില വർദ്ധിക്കുന്നു. അന്തരീക്ഷമർദ്ദം ആദ്യമായി അളന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ ടോറിസെല്ലി. അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? ആൻസർ ബാരോമീറ്റർ. ഒരു ദ്രാവകത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദം ആഴം കൂടുന്നതിനനുസരിച്ച് ഡാഷ്. ആൻസർ കൂടുന്നു. അന്തരീക്ഷമർദ്ദം കൂടുതൽ അനുഭവപ്പെടുന്നത് എവിടെയാണ്? ആൻസർ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ. ദ്രാവകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ആൻസർ മാനോമീറ്റർ. രാത്രികാലങ്ങളിൽ സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന വാതകമേത്? ആൻസർ കാർബൺ ഡൈ ഓക്സൈഡ്. തുണികളിൽ കാണുന്ന കരിമ്പന ഏത് വിഭാഗത്തിൽ പെടുന്നു? ആൻസർ പൂപ്പൽ. കൽക്കരിയിലെ പ്രധാന ഘടകം ഏതാണ്? ആൻസർ കാർബൺ.